പലരും കാലിൽ വീണ് തൊട്ട് തൊഴും, ഞാൻ തടയില്ല. എന്നാ പിന്നെ പേടിക്കണ്ട. കേരളം ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ നാളെ എടുക്കണോ? നിനക്ക് എന്തൊരു ഭ്രാന്ത് പിടിച്ചോ? എന്നെ വാശി പഠിപ്പിച്ചാലുണ്ടല്ലോ ഞാനൊരു തണ്ടലങ്ങ് കിടക്കും. വരൂ, ട്രോൾ ചെയ്യൂ. അയ്യോ ഒരു നരേന്ദ്രൻ വടക്ക് നിന്ന് തെക്കോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം എടുത്തിരിക്കും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കോഴിക്കോട് കോർപ്പറേഷൻ താമരക്കുട്ടന്മാർ നയിക്കുന്ന ഭരണത്തിലേക്ക് വരണം. വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറിയണം. അതോർത്ത് തീ വിഷമിക്കണ്ട. എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഗോവിന്ദ 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 അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ ഞാൻ ഇങ്ങെടുക്കുക. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഗോവിന്ദ ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. കണ്ണൂർ തരും എനിക്ക് എന്ന് പറഞ്ഞാൽ ഇയാള് 2 സ്ഥലത്ത് നിർത്തണം. ഞാൻ തയ്യാറാണ്. ഈ ടൈപ്പ് തമാശയൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ നിന്റെ TV സീരിയലിൽ തന്നെ കാച്ചിയാൽ മതി. നിങ്ങളുടെയൊക്കെ അടിത്തറ ഇളക്കണം. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. അടിച്ചു പറയുന്നു, സ്ഥാനാർത്ഥിയാണെങ്കിൽ പലരും കാലിൽ വീണ് തൊട്ട് തൊഴും, ഞാൻ തടയില്ല. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ? അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ?